ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ന്യൂ ഇയർ ഫ്രണ്ടിനെയും ക്രിസ്മസ് ഫ്രണ്ടിനെയും ഒക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കും, അതിൻ്റെ കൂടെ ഒരു ഗിഫ്റ്റ് കാർഡും കൊടുക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഞാനൊരു ചെറിയ സിമ്പിളായിട്ടുള്ള ഗിഫ്റ്റ് കാർഡ്സ് എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് നോക്കുന്നത് കേട്ടോ. അത് വെറും A4 ഷീറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഭയങ്കര എക്സ്പെൻസീവായിട്ടുള്ള വലിയ ഗിഫ്റ്റൊന്നും അല്ല കേട്ടോ. അപ്പോൾ A4 ഷീറ്റിൽ കുറച്ച് അലങ്കുലപ്പണികളും അലങ്കാരപ്പണികളൊക്കെ ചെയ്തിട്ടുള്ള 2 ക്രിസ്മസ് കാർഡ്സും അതുപോലെ 2 ന്യൂ ഇയർ കാർഡ്സും, ഇത്രയേ ഉള്ളൂ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഗേൾസിനാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ വല്ല തലയിൽ വെക്കുന്ന ഹെയർ ആക്സസറീസും അതിൻ്റെ കൂടെ ഒരു ഗിഫ്റ്റ് കാർഡും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഗിഫ്റ്റ് കൊടുത്തിരുന്നത്. പിന്നെ എനിക്കിതുവരെ ഗേൾസിന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, അതുകൊണ്ട് ബോയ്സിനാണെങ്കിൽ എന്താ കൊടുക്കുക എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല, എനിക്ക് ഓർമ്മയില്ല. പിന്നെ നമ്മൾ കോളേജിലെത്തി, ഗിഫ്റ്റുകളും വലുതായി, കുറച്ചും കൂടി വില കൂടിയ സാധനങ്ങൾ, കുറച്ചും കൂടി കാണാൻ ലുക്കുള്ള സാധനം നമ്മൾ കോളേജിലെത്തുന്നു. അപ്പോഴത്തേക്കും പിൻട്രസ്റ്റ് ബോർഡ്സൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അതുപോലെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഓരോരുത്തർ കൊടുക്കുന്ന ഗിഫ്റ്റുകൾ കാണാൻ തുടങ്ങി, ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി, അതിനനുസരിച്ചൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ തുടങ്ങി കേട്ടോ. പക്ഷേ സ്കൂളിലെ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ അത് വേറെ തന്നെ ഒരു ഫീലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഗിഫ്റ്റ് കൊടുക്കുന്നത് നമ്മൾ വീട്ടിൽ വന്ന് പറയും, വീട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടാവില്ല. ഇതൊക്കെ എന്തിന് എന്നുള്ളൊരു മൈൻഡിലായിരിക്കും അവർ, സ്വാഭാവികം. ആ സമയത്ത് നമ്മൾ ചിന്തിച്ചിരുന്ന് എന്തെങ്കിലും കൊടുക്കണം, എല്ലാവരും കൊടുക്കും, ഞാൻ മാത്രം കൊടുക്കാൻ ഞാൻ കഷ്ടമെന്ന് പറഞ്ഞാൽ അലറി വിളിച്ച് അടുത്തുള്ള ഷോപ്പിൽ പോയി എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കുന്ന ആ ഒരു ഗിഫ്റ്റ് ഉണ്ടല്ലോ, ആ ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മളെടുത്തൊരു എഫേർട്ട് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിരുന്നു. കോളേജിൽ അങ്ങനെയല്ല, സ്വാഭാവികം നമ്മുടെ കയ്യിൽ പോക്കറ്റ് മണി ഉണ്ടാവും, നമ്മൾ പോകുന്നു, നമുക്കിഷ്ടപ്പെട്ട നമ്മുടെ അഫോർഡബിൾ ആയിട്ടുള്ള സാധനം വാങ്ങിക്കുന്നു, അത് ഗിഫ്റ്റ് കൊടുക്കുന്നു, അതിൻ്റെ കമൻറ്റ് കേൾക്കുന്നു, അതൊക്കെ ഒരു രസം, അത് സ്റ്റാറ്റസ് ഇടുന്നു. പക്ഷേ സ്കൂളിൽ വേറൊരു സംഭവം, ഇത് നമ്മൾ കൊടുത്തു, ചില കുട്ടികളൊന്നും ഇത് വീട്ടിലെത്താതെ തുറക്കുക പോലും ഇല്ല, ഇവരുടെ റിയാക്ഷൻ എന്താണെന്ന് പോലും അറിയാൻ പറ്റില്ല. ആ ഒരു സംഭവത്തിനും നമ്മൾ എഫേർട്ട് എടുക്കും. കാരണം ഈ ഗിഫ്റ്റ് കൊടുക്കുക വാങ്ങുക എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യന്മാരെ പോലത്തെ ആൾക്കാർക്കൊക്കെ, മനുഷ്യന്മാരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര രസമായിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗേൾസിന് എന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഹാൻഡ് മെയ്ഡ് കാർഡ്, ഇത് മാത്രം കൊടുത്ത് നിങ്ങൾ ഗിഫ്റ്റ് ഒതുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളെ ഗിഫ്റ്റിൻ്റെ കൂടെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആഡ് ചെയ്യാൻ പറ്റിയ ഹാൻഡ് മെയ്ഡ് കാർഡ് ഐഡിയാസും കൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നത്. അപ്പോൾ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് പേപ്പർ ബോട്ട്. സത്യം പറഞ്ഞാൽ ഇപ്പം ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ, എസ്പെഷ്യലി കോളേജ് ഡേയ്സ്. വേറെ ഒന്നുമല്ല, കോളേജ് ഡേയ്സിലെ ആ വിൻ്റർ ഫെസ്റ്റ്, അതുപോലെ ന്യൂ ഇയറിൻ്റെ സെലിബ്രേഷൻ, ഇതൊക്കെ വേറെ തന്നെ ഒരു വൈബാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മളെപ്പോഴും ഓർത്തിരിക്കുന്നൊരു സംഭവങ്ങളാണ്. സ്കൂളിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും എൻ്റെ കാലത്ത് ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ പഠിച്ച സ്കൂളുകളിൽ ഉണ്ടായിട്ടില്ല. ആൻഡ് ഇനി ഓഫീസിലേക്ക് വരുമ്പോഴാണെങ്കിലോ അത് വേറെ, അതൊരു കൊളീഗ്സ്, ചിലവർക്ക് ഇതിനൊന്നും താല്പര്യമേ ഇല്ല, ചില കമ്പനീസ് ഇതൊക്കെ ഒരു ആർഭാടമായി കണക്കാക്കുന്നു, അങ്ങനെ പല സിറ്റുവേഷനുകൾ. പക്ഷേ കോളേജ് എല്ലാവരും, ബോയ്സ് ഗേൾസ് ടീച്ചേഴ്സ് സ്റ്റുഡൻസ് ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും എൻജോയ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഇങ്ങനത്തെ ഓരോ ഈവൻസിന് വേണ്ടിയാണ് കോളേജ്. സത്യം പറഞ്ഞാൽ പഠിക്കൽ കുറവും തമാശകളും ഇതുപോലത്തെ ഈവൻറ്റ്സ് കൂടുതലുമായി, അങ്ങനെയുള്ളൊരു കോളേജ് ലൈഫാണ് എൻ്റെയൊക്കെ എക്സ്പീരിയൻസ് കേട്ടോ. അപ്പം നിങ്ങളുടെ എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും എല്ലാവരുടെയും ലൈഫുകളൊക്കെ നല്ല കളർഫുള്ളാവട്ടെ, എൻ്റെ ഈ വീഡിയോയും നല്ല കളർഫുള്ളാവട്ടെ, ഇത് ഒരുപാട് പേര് കണ്ട് നല്ല റീച്ച് ആവട്ടെ എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും പുതിയ ഐഡിയകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു, ബൈ ബൈ, ലവ് യു. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇനി എൻ്റെ പുതിയ വീഡിയോ എപ്പോഴാണ് ഇടുക എപ്പോഴാണെന്നും എനിക്കറിയില്ല, അതുകൊണ്ട് ആദ്യമേ പറഞ്ഞു വെക്കാം. ആൻഡ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മറക്കല്ലേ പ്ലീസ്.